കരുവന്നൂർ കേസിൽ ഏപ്രിൽ ആദ്യ വാരം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ CPM ജില്ലാ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യാനുള്ള റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി ED അഡീഷണൽ ഡയറക്ടർ പ്രശാന്ത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി. ആ മാറ്റിയത് ഈ ഡീലിന്റെ ഭാഗം. ADGP RSS നേതാക്കന്മാരുമായി സംസാരിച്ച് അവരുമായി ഉണ്ടായ കമ്മ്യൂണിക്കേഷൻ അടിസ്ഥാനത്തിൽ പ്രശാന്ത് കുമാറാണ് CPM ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്ത് അറസ്റ്റിന് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയതാ. ആ അറസ്റ്റ് വിലക്കി, പ്രശാന്ത് കുമാറിനെ കൊണ്ട് അറസ്റ്റ് വിലക്കി, റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയ ആളെ കൊണ്ട് അറസ്റ്റിന് വിലക്കിച്ചു. ഈ വിലക്കിക്കുന്നതിന് ആരുടെ കമ്മ്യൂണിക്കേഷനാണ്? ADGP MR അജിത് കുമാർ മുഖാന്തിരം ഡൽഹിയിൽ നിന്നും പ്രശാന്ത് കുമാറിന് സ്പെഷ്യൽ മെസ്സേജ് വരികയാണ്. ഏപ്രിൽ മാസം ആദ്യവാരത്തിലെ ഈ ചോദ്യം ചെയ്യൽ ദിവസത്തിൽ അറസ്റ്റും വിലക്കി, റിമാൻഡ് റിപ്പോർട്ടും മാറ്റിവെച്ചു. തുടർന്ന് പ്രശാന്ത് കുമാറിനെ സ്ഥലം മാറ്റിയിട്ട് ADGP അജിത് കുമാറിന് ബോധ്യമുള്ള, അതായത് CPMന് പിണറായി വിജയന് വിശ്വാസമുള്ള ചില ആളുകൾ ഡൽഹിയിൽ നിന്നും ED അന്വേഷണ ഉദ്യോഗസ്ഥരായി നിയമിച്ചു. ഫലത്തിൽ കേന്ദ്ര ഏജൻസികളായ കേരളത്തിലെ EDയുടെയും CBIയുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ADGP MR അജിത് കുമാർ RSS മുഖാന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നിയമിതമായിരിക്കുകയാണ്. അപ്പൊ ഫലത്തിൽ ഈ രണ്ട് കേന്ദ്ര ഏജൻസികളുടെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ADGP അജിത് കുമാറിന്റെ കൈക്കുമ്പിളിലാണ്, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. കാരണം അദ്ദേഹം ശുപാർശ ചെയ്തവരെയാണ് ഡൽഹിയിൽ നിന്നും നിയമിച്ചിട്ടുള്ളത്. ഇതെല്ലാം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPയെ ജയിപ്പിക്കുന്നതിന് ഉണ്ടാക്കിയ കരാറാണ്. RSS ജനറൽ സെക്രട്ടറിയുമായി ADGP തൃശ്ശൂരിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ അവിടെ പ്രധാന ഡിമാൻഡ് തൃശ്ശൂർ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം ഈ 3 നിയോജക മണ്ഡലങ്ങളിൽ CPMന്റെ സഹായം BJP നൽകണമെന്നാണ്. ഇതായിരുന്നു ADGPയും RSSന്റെ നേതാക്കന്മാരും തമ്മിലുള്ള ചർച്ചയിലെ പ്രധാന ഡീല്. അതിൽ പ്രധാനമായും തൃശ്ശൂരിൽ ആ ഡീല് കൂടുതൽ ഉറപ്പിച്ചു. പൂരം അതിൻ്റെ ഭാഗമായി പൂരം അലങ്കോലപ്പെടുത്തി. പൂരത്തിൻ്റെ അന്ന് ADGP ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം ഇത് കലക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കാൻ ഇവിടെ ക്യാമ്പ് ചെയ്ത് നേതൃത്വം കൊടുപ്പിച്ചു. മാത്രമല്ല നമ്മളെല്ലാവരെയും ഞെട്ടിച്ചത് അന്ന് BJP സ്ഥാനാർത്ഥി ശാരീരിക അസ്വസ്ഥത മൂലം സ്ഥാനാർത്ഥി പര്യടനം നിർത്തിവെച്ച് BJP സ്ഥാനാർത്ഥിയെ RSSന്റെ സഹായ ഘടകമായ സേവാഭാരതിയുടെ ആംബുലൻസിൽ പോലീസ് മുന്നിലും പിന്നിലും അകമ്പടി സേവിച്ചിട്ടാണ് പാതിരാത്രി പൂര പ്രതിസന്ധി സ്ഥലത്തേക്ക് എത്തിച്ചത്. UDFന്റെ സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ അവിടെ വരാൻ മാർഗതടസ്സമുണ്ടായി, റോഡിൽ മാർഗതടസ്സമുണ്ടായി. സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും ഇലക്ഷൻ കമ്മീഷന്റെ നിയമപ്രകാരം തുല്യ പരിഗണനയാണുള്ളത്. എന്നാൽ UDF സ്ഥാനാർത്ഥിയെ അവിടേക്ക് കടക്കാൻ പോലീസ് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. പിന്നീട് UDF സ്ഥാനാർത്ഥി ആ തടസ്സങ്ങൾ അതിജീവിച്ച് വരേണ്ടി വന്നു. അല്ല, അതുകൊണ്ടാണ് പോലീസിന്റെ അകമ്പടിയോടെ കൂടിയാണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ തൃശ്ശൂരിലെ എല്ലാ മാധ്യമപ്രവർത്തകന്മാരും പാതിരാത്രി അന്ന് പൂരപ്പറമ്പിൽ ഉണ്ടായ ആളുകളാണ്. എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അപ്പോൾ CPMനെ സംഘ് പരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുകെട്ടുന്നതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിന് ഇടനിലക്കാരനാണ് MR അനിൽകുമാർ.